എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിതാ മഹേശ്വരൻ. ഇന്ന് ശ്രീമദ് വാൽമീകി രാമായണത്തിൻ്റെ ബാലകാണ്ഡത്തിലെ 50-ാമത്തെ സർഗത്തിൽ 7 മുതൽ 11 വരെയുള്ള ശ്ലോകങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോണത്. ശ്ലോകത്തിലെല്ലാം അനുഷ്ഠുപൂർത്തം തന്നെയാണുള്ളത്. കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു നിർത്തിയത് വിശ്വാമിത്രനും ശ്രീരാമനും ലക്ഷ്മണനും കൂടിയിട്ട് ജനകൻ്റെ കൊട്ടാരത്തിലേക്ക് എത്തി. അവിടെ ഇവർ 3 പേരും പിന്നെ കുറേ ഋഷിമാരും ഒക്കെ ഉണ്ട്, ഋത്വിക്കുകൾ കുറേ പേരുണ്ട്. അവരെല്ലാവരും എത്തിച്ചേർന്നു എന്ന് കേട്ട ഉടനെ തന്നെ ജനക മഹാരാജാവും പുരോഹിതനായിട്ടുള്ള ശതാനന്ദനും കൂടി വന്ന് വിശ്വാമിത്രനെ കണ്ടു വണങ്ങി എന്നുള്ളതൊക്കെയാണ് അവിടം വരെയാണ് പറഞ്ഞു നിർത്തിയത്. അതിനുശേഷം എന്തൊക്കെയാണ് അവിടെ ഉണ്ടാകുന്നത് എന്നുള്ളതാണ് പറയാൻ പോണത്. നമുക്ക് ആദ്യം 7-ാമത്തെ ശ്ലോകം നോക്കാം. ഋത്വിജോപി മഹാത്മാനസ്ത്വർഘ്യമാദായ സത്വരം വിശ്വാമിത്രായ ധർമ്മേണ ദദൗ മന്ത്രപുരസ്കൃതം. ജനകനും ശതാനന്ദനും ഒക്കെ കൂടി വന്ന് ഇവരെ കണ്ടു. അപ്പോൾ അവിടെ വലിയൊരു യാഗം നടക്കുകയാണല്ലോ. ആ യാഗം കാണാൻ വേണ്ടിയിട്ടാണ്, ധനുർയാഗം നടക്കുകയാണ്. ആ യാഗം കാണാൻ വേണ്ടിയിട്ടാണ് കുട്ടികളെയും കൂട്ടിയിട്ട്, ദശരഥൻ്റെ കുട്ടികളായിട്ടുള്ള ശ്രീരാമനെയും ലക്ഷ്മണനെയും ഒക്കെ കൂട്ടിയിട്ട് വിശ്വാമിത്രൻ ഇവിടേക്ക് പുറപ്പെട്ടത്. മിഥിലയിലേക്ക് പുറപ്പെട്ടതിൻ്റെ ഒരു ലക്ഷ്യം യാഗത്തിൽ സംബന്ധിക്കുക എന്നുള്ളതാണ് ശ്രീരാമനോടൊക്കെ പറഞ്ഞിരിക്കുന്നത്. സത്യത്തിൽ അതൊന്നുമല്ല, അഹല്യയ്ക്ക് മോക്ഷം കൊടുക്കണം. അതിനേക്കാളും വലിയ ലക്ഷ്യം എന്ന് പറയണത് ജനക മഹാരാജാവിൻ്റെ പുത്രിയായിട്ടുള്ള സീതയെ വിവാഹം കഴിപ്പിക്കണം, ശ്രീരാമനുമായിട്ട് ചേർക്കണം എന്നുള്ളതാണ്. അതൊന്നും ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടില്ല, ആ കഥകളൊന്നും ആയിട്ടില്ലല്ലോ. അപ്പോൾ ഈ ധനുര്യാഗം കാണാൻ വേണ്ടിയിട്ട് അവിടെ എത്തിയിരിക്കുകയാണ്. അവിടെ ധാരാളം ഋത്വിക്കുകളൊക്കെ ഉണ്ട്. അവരെല്ലാവരും കൂടി അപ്പോൾ എന്താ ചെയ്തത്? മഹാത്മാക്കളായിട്ടുള്ള വളരെ ഗംഭീരന്മാരായിട്ടുള്ള ഋത്വിക്കുകൾ, യാഗം ചെയ്യുന്ന ആ ഋത്വിക്കുകൾ, ഓരോ വേദങ്ങളിലും പെട്ട ഓരോ ഋത്വിക്കുകൾ വേണം. ഋഗ്വേദത്തിന്, യജുർവേദത്തിന്, സാമവേദത്തിന്, അഥർവവേദത്തിന് ഓരോ ഋത്വിക്കുകളാണ്. ഹോതാവ്, അധ്വർയു, അതുപോലെ തന്നെ ബ്രഹ്മൻ തുടങ്ങിയിട്ടുള്ള ഉദ്ഗാതാവ് സാമവേദത്തിൻ്റെയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പലതരത്തിലുള്ള ഋത്വിക്കുകൾ, അത് 1-2 പോരാ, ധാരാളം പേര് വേണം താനും. വലിയൊരു യാഗമാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇത്രയ്ക്കധികം മഹാത്മാക്കളായിട്ടുള്ള കുറേയധികം ഋത്വിക്കുകൾ അവിടെ ഉണ്ട്. അവരെല്ലാവരും തന്നെ സത്വരം അർഘ്യമാദായ, ഏറ്റവും വേഗത്തിൽ അർഘ്യം കൊണ്ടുവന്നിട്ട്, അർഘ്യം പാദ്യം എന്നൊക്കെ പറഞ്ഞാൽ വെള്ളം തന്നെയാണ്. പൂജിക്കാനൊക്കെ ആയിട്ട് ഉപയോഗിക്കുമ്പോൾ അത് അർഘ്യവും, കാല് കഴുകാനും മുഖം കഴുകാനും ഒക്കെ ആയിട്ട് ഉപയോഗിക്കുമ്പോൾ അത് അർഘ്യവും, പാദ്യം എന്ന് പറഞ്ഞാൽ കുടിക്കാനുള്ള വെള്ളമാണ്. അങ്ങനെ വെള്ളം കൊടുത്തപ്പോൾ മഹാത്മാനഹ അർഘ്യം സത്വരം ആദായ, അങ്ങനെ വേഗം എടുത്തുകൊണ്ട് വന്നിട്ട് വിശ്വാമിത്രായ ധർമ്മേണ മന്ത്രപുരസ്കൃതം ദദൗ. അതാണ് ധർമ്മം, അതാണ് ചെയ്യേണ്ടതായിട്ടുള്ള കർമ്മം. ഋത്വിക്കുകൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ വിശ്വാമിത്രനായിക്കൊണ്ട് മന്ത്രപുരസ്കൃതമായി ആ ജലം നൽകുകയും ചെയ്തു. ഋത്വിക്കുകൾ എടുത്തുകൊണ്ട് വന്ന ജലം മന്ത്രത്തോടു കൂടിയിട്ട് വിശ്വാമിത്രന് നൽകി. അപ്പോൾ വിശ്വാമിത്രൻ എന്താ ചെയ്തതെന്ന് പറയുകയാണ് അടുത്ത ശ്ലോകത്തിൽ. പ്രതിഗൃഹ്യതു താം പൂജാം ജനകസ്യ മഹാത്മനഃ പപ്രച്ഛ കുശലം രാജ്ഞോ യജ്ഞസ്യ ച നിരാമയം. അങ്ങനെ വിശ്വാമിത്രൻ ഋത്വിക്കുകൾ കൊടുത്തതായിട്ടുള്ള ആ ജലം സ്വീകരിച്ചിട്ട്, മന്ത്രഭൂതമായിട്ടുള്ള ജലം സ്വീകരിച്ചിട്ട്, അതുപോലെ തന്നെ ആ പൂജയും സ്വീകരിച്ചിട്ട്, താം പൂജാം പ്രതിഗൃഹ്യ, ആ പൂജകളെല്ലാം സ്വീകരിച്ചിട്ട്. ആരുടെ പൂജയായിരുന്നു അത്? മഹാത്മനഹ ജനകസ്യ. ഋത്വിക്കുകളാണ് ചെയ്തതെങ്കിലും അത് മഹാത്മാവായിട്ടുള്ള ജനകൻ നൽകിയതായിട്ടുള്ള ഒരു അതിഥി സത്കാരമാണല്ലോ. അപ്പോൾ ജനക മഹാരാജാവിൻ്റെ അതിഥി പൂജകളൊക്കെ സ്വീകരിച്ചതിന് ശേഷം പിന്നെന്താണ് വിശ്വാമിത്രൻ ചെയ്തത്? രാജ്ഞഃ കുശലം പപ്രച്ഛ, അതുപോലെ തന്നെ നിരാമയം, യജ്ഞസ്യ നിരാമയം ച പപ്രച്ഛ. 2 കാര്യങ്ങളാണ് ചോദിച്ചത്. രാജാവിന് സുഖം തന്നെയല്ലേ, അതാണ് കുശലം ചോദിക്കുക എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് സുഖം തന്നെയല്ലേ എന്ന് ചോദിക്കുക. ആരോഗ്യപരമായിട്ട് ബുദ്ധിമുട്ടുകളൊന്നുമില്ലല്ലോ, സുഖമായിട്ട് അങ്ങയുടെ ജീവിതം മുമ്പാക്കം കൊണ്ടുപോകുന്നില്ലേ, ഭരണം നന്നായിട്ട് നടക്കുന്നില്ലേ. അതോടൊപ്പം തന്നെ മറ്റൊരു ചോദ്യമാണ്, യജ്ഞത്തിനും തടസ്സങ്ങളൊന്നുമില്ലല്ലോ, നിരാമയം, യജ്ഞസ്യ നിരാമയം. അത് വിശ്വാമിത്രന് നല്ലോണം അറിയാലോ. യാഗം എപ്പോഴും തടസ്സപ്പെട്ട് അത് നടത്താൻ പറ്റാതെ വന്ന ഒരാളാണ് വിശ്വാമിത്രൻ. അതുകൊണ്ടാണല്ലോ ഈ ശ്രീരാമനെയും ലക്ഷ്മണനെയും കൊണ്ടുവരേണ്ടതായിട്ട് തന്നെ വന്നത്.
അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊന്നുമില്ലല്ലോ, അങ്ങയുടെ യാഗം വളരെ ഭംഗിയായിട്ട് നടക്കുന്നില്ലേ എന്നും ചോദിച്ചു. അതിനുശേഷം എന്താ സംഭവിച്ചത് നമുക്ക് 9ാമത്തെ ശ്ലോകം നോക്കാം. സതാംശ്ചാഥ മുനീൻ പൃഷ്ട്വാ സോപാധ്യായ പുരോധസ യഥാർഹമൃഷിഭിഃ സർവൈഃ സമാഗച്ഛത് പ്രഹൃഷ്ടവത്. അത് കഴിഞ്ഞിട്ട് വിശ്വാമിത്ര മഹാമുനി അവിടെയുള്ള ബാക്കി എല്ലാവരോടും കുശലം ചോദിക്കുകയാണ്. അവിടെ പുരോഹിതന്മാരുണ്ട്, സോപാധ്യായ പുരോധസ, ഉപാധ്യായന്മാർ ആചാര്യന്മാരായിട്ടുള്ളവരുണ്ട്, അതുപോലെ തന്നെ പുരോഹിതന്മാരുണ്ട്. അവരോടൊക്കെ തന്നെ കുശലം ചോദിച്ചു. രാജാവിൻ്റെ കുശലം ചോദിച്ചതുപോലെ തന്നെ അവിടെയുള്ള എല്ലാവരുടെയും കുശലം അന്വേഷിച്ചു. ഋത്വിക്കുകൾ, പുരോഹിതന്മാർ എല്ലാവരോടും സുഖം തന്നെയല്ലേ എന്ന് കുശലപ്രശ്നം ചോദിച്ചു. യഥാർഹം ഋഷിഭിഃ സർവൈഃ സമാഗച്ഛത് പ്രഹൃഷ്ടവത്. എന്നിട്ട് അവിടെയുള്ള എല്ലാവരോടും കൂടിയിട്ട് ഒരുമിച്ച് ഒത്തുകൂടി. പുറമേ നിന്ന് വന്നവരാണ്, അതൊക്കെ മറന്നിട്ട് അവരുടെ കൂട്ടത്തിൽ അങ്ങോട്ട് ഒരാളായിട്ട് കൂടിച്ചേർന്നു. സർവൈഹി പ്രഹൃഷ്ടവത് സമാഗച്ഛത്. ആ ഒത്തുചേർന്നതിൻ്റെ സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് എല്ലാവരുടെയും കൂടെ ചേർന്ന് ആ യാഗത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളും ഭംഗിയായിട്ട് തീർക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളൊക്കെ തുടങ്ങി. അതാണ് വിശ്വാമിത്രൻ ചെയ്തത്. ഇനി 10ാമത്തെ ശ്ലോകം നോക്കാം. അഥ രാജാമുനിശ്രേഷ്ഠം കൃതാഞ്ജലിരഭാഷത ആസനേ ഭഗവാനാസ്താം സഹൈഭിർമുനി പുങ്കവൈഃ. അങ്ങനെ അവരുടെ കൂടി എല്ലാ ഉപാധ്യായന്മാരും പുരോഹിതന്മാരും ഒക്കെ കൂടി ചേർന്നിരിക്കണ കണ്ടിട്ട് രാജാവ് വിശ്വാമിത്രനോട് പറഞ്ഞു, അങ്ങ് അവിടെ മാറിയിരുന്നാൽ മതി, അങ്ങ് വിശിഷ്ടമായിട്ടുള്ള ഒരു സ്ഥാനത്തിരുന്നാൽ മതി, അങ്ങ് അതിഥിയാണല്ലോ. കൈകൂപ്പി വന്നുകൊണ്ട് മുനിശ്രേഷ്ഠനോട് കൃതാഞ്ജലിയായി നിന്നുകൊണ്ട് കൈകൂപ്പി നിന്നുകൊണ്ട് രാജാവ് ആ വിശ്വാമിത്ര മഹർഷിയോട് പറയാണ്, ആസനേ ഭഗവാൻ ആസ്താം സഹ ഏഭിഹി മുനിപുങ്കവൈഹി. ഏഭിഹി മുനിപുങ്കവൈഹി, കൂടെ വന്നിരിക്കുന്നവരായ ഈ ശ്രേഷ്ഠന്മാരായിട്ടുള്ള മുനിമാരോട് കൂടിയിട്ട് ഇവിടെ മാന്യസ്ഥാനത്ത് ഇരുന്നോളൂ, ബാക്കി കാര്യങ്ങളൊക്കെ ഞങ്ങൾ തന്നെ നടത്തിക്കോളാം, അങ്ങ് ഇതിലേക്കൊന്നും ഇടപെടണ്ട, അങ്ങൊരു വിശിഷ്ടനായിട്ടുള്ള അതിഥിയാണ്. ഞങ്ങളുടെ പൂജകളൊക്കെ കണ്ട് ഇനി പറയാൻ പോകുന്നുണ്ട്, അടുത്ത ദിവസത്തെ ശ്ലോകത്തിൽ കാണും, ദേവന്മാരെയൊക്കെ കാണാൻ തക്കവണ്ണം അങ്ങ് ഇവിടെ ഉണ്ടാവണം, ഇത് കഴിഞ്ഞിട്ടേ പോകാവൂ എന്നൊക്കെ വളരെ കാര്യമായിട്ട് തന്നെ ക്ഷണിക്കുകയും നിർബന്ധിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങ് ഇവിടെ ആസനത്തിൽ അങ്ങേക്കായിട്ട് ഒരുക്കി വച്ചിരിക്കുന്ന പീഠത്തിൽ ഇരുന്നാലും കൂടെ ഈ മുനിമാർക്കൊക്കെയുള്ള ഇരിപ്പിടങ്ങൾ നൽകിയാലും അങ്ങ് വിശ്രമിച്ചോളൂ എന്നാണ് ജനക മഹാരാജാവ് കൃതാഞ്ജലിയായി നിന്നുകൊണ്ട് കൈകൂപ്പി നിന്നുകൊണ്ട് വിശ്വാമിത്രനോട് പറഞ്ഞത്. നമുക്ക് 11ാമത്തെ ശ്ലോകം കൂടി നോക്കാം. ജനകസ്യ വച ശ്രുത്വാ നിഷസാദ മഹാമുനി പുരോധ ഋത്വിജശ്ചൈവ രാജാ ച സഹ മന്ത്രിഭിഃ. ജനകസ്യ വച ശ്രുത്വാ, ജനകൻ പറഞ്ഞ വാക്കുകൾ കേട്ടിട്ട് മഹാമുനി നിഷസാദ, മഹാമുനിയായിട്ടുള്ള വിശ്വാമിത്രൻ അവിടെ പീഠത്തിൽ ഇരുന്നരുളി. അതുപോലെ തന്നെ പുരോധ ഋത്വിജശ്ചൈവ രാജാ ച സഹമന്ത്രിഭി നിഷസാദ, അവരും ഇരുന്നു. അതായത് ഋത്വിക്കുകൾ, അവർ യാഗം ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ കൂടിയിരുന്ന ഋത്വിക്കുകൾ, അവിടെ കുറച്ച് പേരൊക്കെ ചെയ്യുന്നുണ്ടാവും. ബാക്കിയുള്ള വലിയ വലിയ ആചാര്യന്മാർ, കൂടെ നിന്ന് ഉപദേശങ്ങൾ കൊടുക്കുന്നവരായിട്ടുള്ള ആചാര്യന്മാർ, ഋത്വിക്കുകൾ, അതുപോലെ തന്നെ പുരോഹിതന്മാർ, രാജാവിൻ്റെ കൂടെ വന്നിട്ടുള്ളതായ മന്ത്രിമാർ എല്ലാവരും കൂടിയിട്ട് അവിടെ വിശ്വാമിത്രൻ്റെ സമീപത്ത് ഇരിക്കുകയും ചെയ്തു. എന്തിനാണ് ഇപ്പോൾ യാഗം നടക്കുന്നതിൻ്റെ ഇടയ്ക്ക് വിശ്വാമിത്രൻ്റെ അടുത്ത് ഇവർ വന്നിരുന്നത് എന്നാണെങ്കിൽ, വലിയൊരു യാഗമാണ്, ധനുര്യാഗമാണ് നടക്കണതെന്ന് എല്ലാവർക്കും അറിയാം. അതിന് വിശ്വാമിത്രൻ ഇത്രയ്ക്കധികം മുനിമാരെ കൊണ്ട്, അതുപോലെ തന്നെ 2 ബാലകന്മാരുണ്ട്, അവരെ പറ്റി ചോദിക്കുന്നേ ഉള്ളൂ, അവരെയൊക്കെ കൊണ്ട് ഇവിടെ വന്നതിന് പ്രത്യേകിച്ച് എന്തെങ്കിലും ലക്ഷ്യങ്ങളോ ഉദ്ദേശങ്ങളുണ്ടോ അതറിയാൻ വേണ്ടിയിട്ട്, വിശ്വാമിത്രൻ എന്ന് പറഞ്ഞാൽ സാധാരണക്കാരനായിട്ടുള്ള ഒരു ഋഷിയല്ല, വളരെ ദേവന്മാരെയൊക്കെ സദാ കണ്ടുകൊണ്ടിരിക്കുന്ന, ദേവന്മാരുമായിട്ട് ഇടപഴകിക്കൊണ്ടിരിക്കുന്ന ഒരു മുനിപുങ്കവനാണ്. അങ്ങനെയുള്ള ആ വിശ്വാമിത്രൻ വന്നതിന് പ്രത്യേകിച്ച് എന്തെങ്കിലും ലക്ഷ്യങ്ങളുണ്ടോ എന്നുള്ളതൊക്കെ അറിയാൻ വേണ്ടിയിട്ടും, അതുപോലെ ഈ യാഗത്തിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ പറയാൻ കൂടി വേണ്ടിയിട്ടുമാണ് ജനക മഹാരാജാവ് വിശ്വാമിത്രൻ്റെ അടുത്ത് സിംഹാസനത്തിലെ മറ്റു മന്ത്രിമാരും പുരോഹിതന്മാരും ഒക്കെ കൂടിയിരുന്നത് എന്നാണ് മനസ്സിലാക്കാൻ പറ്റുക. നമുക്ക് ഇന്നത്തെ ശ്ലോകങ്ങൾ ഒന്നുകൂടി ചൊല്ലി നോക്കാം. ഋത്വിജോപി മഹാത്മാനസ്ത്വർഘമാദായ സത്വരം വിശ്വാമിത്രായ ധർമ്മേണ ദദൗ മന്ത്രപുരസ്കൃതം
പ്രതിഗൃഹ്യതു താം പൂജാം ജനകസ്യ മഹാത്മനഃ പപ്രച്ഛ കുശലം രാജ്ഞോ യജ്ഞസ്യ ച നിരാമയം സതാംശ്ചാഥ മുനീൻ പൃഷ്ട്വാ സോപാധ്യായ പുരോധസ യഥാർഹമൃഷിഭിः സർവൈः സമാഗച്ഛത് പ്രഹൃഷ്ടവത് അഥ രാജാ മുനിശ്രേഷ്ഠം കൃതാഞ്ജലിരഭാഷത ആസനേ ഭഗവാനാസ്താം സഹൈഭിർമുനിപുംഗവൈ ജനകസ്യ വച ശ്രുത്വാ നിഷസാദ മഹാമുനി പുരോധാ ഋത്വിജശ്ചൈവ രാജാ ച സഹ മന്ത്രിഭിः. എല്ലാവരും കൂടിയിട്ട് അവിടെ വട്ടത്തിലിരുന്ന് ഇനി സംസാരിക്കാനൊക്കെ പോവുകയാണ്. അതെന്തൊക്കെയാണെന്നുള്ളത് അടുത്ത ദിവസം നമുക്ക് നോക്കാം. സുന്ദരമായിട്ടുള്ള ശ്ലോകങ്ങൾ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നു നിർത്തട്ടെ. നന്ദി.